ഒരുപാട് സന്തോഷം. കാരണം ഈ പറഞ്ഞ പോലെ എന്റെ ആദ്യത്തെ സിനിമ, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ റിലീസ് ചെയ്ത തിയേറ്ററാണ്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് നിങ്ങളെപ്പോലെ ഒരാളെന്ന നിലയ്ക്ക് ശ്രീകുമാർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയുടെ അമ്പലമാണ് നമുക്കെല്ലാവർക്കും. അതിന്നും ആ ഒരു ബഹുമതി അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിന് ആദ്യം നമ്മൾ ഒരു ആശംസ അറിയിക്കേണ്ടത് ഈ തിയേറ്റർ നടത്തിക്കൊണ്ടുവരുന്ന മുതലാളിയോടും. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലം ഒരു തിയേറ്റർ ഓണർ, എക്സിബിറ്റർ എങ്ങനെ വേണമെന്ന് എല്ലാ നല്ല സൂചനകളും തരുന്ന വൈശാഖനോടുമാണ്. കാരണം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും അടുത്തൊരു ജനറേഷൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ എൻതൂസിയാസ്റ്റിക് തിയേറ്റർ ഓണർ കം എക്സിബിറ്റർ ആണ് വൈശാഖിലൂടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ വെരി എക്സൈറ്റഡ്. ഇനി വരും കാലങ്ങളിൽ ഈ സിനിമയുടെ ഈ അമ്പലം ഇനിയും വളർന്ന് പന്തലിച്ച് ഇനി ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ. മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഥ കേട്ട് അഭിനയിക്കാമെന്ന് സമ്മതിച്ച സിനിമ. അന്ന് ഇതിന്റെ നിർമ്മാതാവോ ഒന്നുമില്ല. അതേ കാലഘട്ടത്തിലാണ് അനന്താവിഷൻ എന്ന് പറയുന്ന ബാനറുമായിട്ട് എന്റെ ഈ ഒരു വലിയ ഒരു യാത്ര തുടങ്ങുന്നത്. ഒടുവിൽ ആ കഥയും ആ ബാനറും ഒരുമിച്ച് ഞാൻ അഭിനയിച്ച് അതൊരു വിജയിക്കുന്ന സിനിമയായി മാറുമ്പോൾ എന്തോ ഒരു നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു നിമിത്തം പോലെയാണ് എനിക്ക് ഇത് തോന്നുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് മലയാളത്തിൽ, ഓഗസ്റ്റ് സിനിമ എന്ന പേരിൽ. ഓഗസ്റ്റ് സിനിമയോട് എനിക്കുള്ള കമ്മിറ്റ്മെന്റിനേക്കാൾ കൂടുതലുണ്ട് അനന്താവിഷൻ എന്ന് പറയുന്ന ബാനറിനോട്. കാരണം ഞാൻ ഇന്ന് ഒരു നടന്ന രീതിയിൽ എന്തെങ്കിലും ആയിട്ടുണ്ട്